കുരിശും കുന്തവും കൊട്ടും കുഴലും കരിയും കോമരവും താലം പിടിച്ച നാരികളും ദൈവത്തിൻ്റെ പേരിൽ തെരുവിലിറങ്ങുമ്പോൾ ഹനിക്കപ്പെടുന്നത് പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൻ്റെ പേരിൽ തെരുവിലിറങ്ങി നടത്തുന്ന ഈ തെരുവ് നാടകങ്ങൾ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള അധികാര പ്രകടനമാണ്. നിങ്ങളീ കാണുന്നതാണ് പള്ളിക്കത്തോട് ടൗണ്. ഈ ഇടതുവശത്താണ് പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്റ്റേജ് കെട്ടി എന്തോ പരിപാടി നടക്കുന്നു. അത് പഞ്ചായത്തിൻ്റെ കാര്യം, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്. മുന്നോട്ടുള്ളത് ഏതോ ഒരു പള്ളിയുടെ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകേണ്ടത് മുന്നോട്ടാണ് താനും. ഞങ്ങൾ സാധാരണ പള്ളിക്കത്തോട്ട് നിന്ന് കോട്ടയത്തിന് പോകുന്നത് അയർക്കുന്നം, തിരുവഞ്ചൂർ, അങ്ങനെയാണ് കോട്ടയത്തിന് പോവുക. നട്ടശ്ശേരിയാണ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം. അറിയാവുന്ന സ്ഥലമായതുകൊണ്ടും സ്വന്തം നാടായതുകൊണ്ടും ബൈപ്പാസ് വഴി പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയാണ് വീണ്ടും പ്രശ്നം തുടങ്ങിയത്. ഈ മുൻപ് കണ്ട പ്രദക്ഷിണം ആ ജംഗ്ഷനിൽ നിന്ന് ഈ ബൈപ്പാസിലൂടെ തിരികെ വരാനാണ് പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇപ്പം ചെന്നിറങ്ങാൻ പോകുന്നത് കറക്റ്റ് ഈ പ്രദക്ഷിണത്തിൻ്റെ മുന്നിലേക്കായിരുന്നു. ഒന്നാമത് ഇതൊരു ചെറിയ റോഡാണ്. ഇവിടെ എപ്പോഴും വണ്ടികളുണ്ട്. ബിവറേജ് അടുത്തായതുകൊണ്ട് എപ്പോഴും വണ്ടിത്തിരക്കും കാര്യങ്ങളാണ്. ഇതിനിടവഴി വേണം നമുക്ക് ഒന്ന് പോകണമെങ്കിൽ. അതും വഴിയും വളരെ മോശമാണ്. വലിയ കുഴികളും ഉള്ള വളരെ മോശമായിട്ടുള്ള വഴികളിലൂടെ വേണം പോകാൻ. ഈ വരുന്ന പോലീസ് ജീപ്പ് പ്രദക്ഷിണം തിരിച്ചു വരുന്നതിന് അകമ്പടിയായിട്ട് പോകുന്ന പോലീസ് ജീപ്പാണ്. ഈ വലസൈഡിൽ കാണുന്ന പ്രദക്ഷിണം തിരിച്ചു കയറാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നതാണ്. പറവയ്ക്കൽ വഴി അയർക്കുന്നം ചെല്ലാം എന്നുള്ള രീതിയിൽ ആ റൂട്ടിലേക്ക് മാറ്റി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പോരെ, ആ ട്രാഫിക്ക് മാറിയിട്ട് പോയാൽ പോരെ എന്ന്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിന് നമ്മുടെ സമയം കളയണം? ഇനി യുവജനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ തിരക്കിട്ട് എവിടേക്കോ പായുകയാണ്, അവർക്ക് സമയമില്ല, നിൽക്കാൻ സമയമില്ല, മറ്റാരെയും കാണുന്നില്ല എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ ദിവസം തന്നെ അതിനുശേഷം നടന്ന ഒരു സംഭവം കൂടെ കാണാം. ഇത് എരുത്തുപുഴ നിന്ന് കൂരപ്പടയിലേക്കുള്ള വഴിയാണ്. എരുത്തുപുഴ ജംഗ്ഷൻ കഴിഞ്ഞ് ഉള്ളൊരു ഭാഗമാണ് ഒരു കയറ്റം. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഈ സംഭവം കാണുന്നത്. ഒരു സ്കൂട്ടറും മറ്റും ഇടിച്ച് ഒരു 75 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ റോഡിൽ കിടക്കുകയാണ്. മറ്റു വണ്ടികൾ വരുന്നുണ്ട്. ചില വണ്ടികൾ വന്നിട്ട് കാണാതെ പോകുന്നുണ്ട്. ഞങ്ങളെന്തായാലും എന്താണ് സംഭവം നോക്കാൻ തീരുമാനിച്ചു. അനിയനാണ് പോകുന്നത്. ഈ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട പയ്യനും കാര്യമായിട്ട് പ്രശ്നമുള്ള ചെറിയ പരിക്കുകളേ ഉള്ളൂ. ഇപ്പം ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷയിലേക്ക് ആളെ സേഫായിട്ട് കയറ്റി വിടുന്നത് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം സമയമല്ല ഞങ്ങളുടെ പ്രശ്നം. അതായത് അനാവശ്യമായിട്ട് എന്തിന് സമയം കളയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു മാനുഷികമായ പരിഗണനയല്ലേ? ഇതിന് ശേഷം ഇതിലും ഭീകരമായിട്ടുള്ളൊരു കാര്യം കാണാം. ഇതേ കാര്യം തന്നെ, അതായത് ഒരു മതത്തിൻ്റെ ആചാരം അല്ലെങ്കിൽ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ടൗൺ അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്ക് ചെയ്യുക. നമുക്ക് പോകേണ്ട റൂട്ടിലല്ലാതെ മറ്റ് റൂട്ടുകളിൽ കൂടെ വണ്ടി പറഞ്ഞു വിടുക. ഒരു 100-200 മീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റിക്കറങ്ങുന്നത് 2-3 കിലോമീറ്ററാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് അയർക്കുന്നമാണ് സ്ഥലം. പൊതുവെ സാധാരണഗതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കും ഒരു സിഗ്നലോ പോലും ഇല്ലാതെ ഒരു പോലീസുകാരൻ മാത്രം നിന്ന് കൈകാര്യം ചെയ്ത് റൂട്ട് ക്ലിയർ ചെയ്ത് വിടുന്ന അവസ്ഥയാണ്. ഇതൊരു നാൽക്കവലയാണ് സത്യത്തിൽ. മണർകാട് നിന്ന് പാലായ്ക്ക് പോകാനുള്ള റൂട്ട്, ആ കൂടെ നിന്ന് ഈ പള്ളിക്കത്തോട് ഭാഗത്തു നിന്ന് വന്ന് തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു നാൽക്കവല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. അതായത് മണർകാട് നിന്ന് പാലാ റൂട്ടിൽ വരുമ്പം അയർക്കുന്നത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് ആണ് ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുക, അതായത് പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടേക്ക് വണ്ടി കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് നേരെ പോവുക. പിന്നിലുള്ള വണ്ടി ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ കയറ്റി വിടാനാണ് പറയുന്നത്. അതായത് വലത്തേക്ക് പോകേണ്ട വണ്ടികളൊക്കെ അയർക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെ കയറ്റി വിടണം. നമുക്കിപ്പോൾ ആ സെൻറ്റ് മേരീസ് ഓവൻ എന്നുള്ള അതിലെയാണ് പോകേണ്ടത്. പക്ഷേ അതിലേ വിടില്ല. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. മുന്നോട്ട് പോയാലും ഇത്തരത്തിൽ എവിടേക്ക് എത്തണം അല്ലെങ്കിൽ എവിടെ പോയിട്ട് എവിടെ കയറാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടല്ല. ഇത്രയും ട്രാഫിക്കും ബ്ലോക്ക് ചെയ്ത് ഇത്രയും റൂട്ടും കൂടുതൽ ചുറ്റിച്ച് ഇത്തരത്തിലൊരു കാര്യം എന്തിനാണ് നടത്തുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം റോഡിൻ്റെ നടുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുക.
അതിനിടയിലെ അത്യാവശ്യം വരുന്ന ആംബുലൻസ് പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന വണ്ടികൾക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി കൊടുക്കുന്നത് എന്തോ വലിയ ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ വലിയ എന്തോ നന്മയായിട്ടാണോ ഇവർ കാണുന്നത്. നോർമലി ഒരു വണ്ടിക്ക് പോകാൻ നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവർ ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തതിൽ എന്ത് നന്മയെന്നാണ് ഈ പറയുന്നത്? അവിടെയാണ് പ്രശ്നം. ഈ ഒരുത്തൻ്റെ സഞ്ചാരം തടഞ്ഞിട്ട് സഞ്ചാരത്തിന് വേണ്ടി ഞങ്ങളത് ചെയ്തു തരുന്നു എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ അമ്പലത്തിലോ പള്ളിയിലോ എല്ലായിടത്തും സകലമാന സ്ഥലത്തോ പറയുന്നത്. ഇത് അമ്പലവും പള്ളിയും മതവും മാത്രമല്ല, രാഷ്ട്രീയക്കാർ. ഇന്നലെ കണ്ടു കുമരകം പാലം എന്ന് കുമരകം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. കുമരകം ടൗണ് തന്നെ ഒരു വളരെ ഇടുങ്ങിയ ഒരു ടൗണാണ്. എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉള്ള ടൗണാണ്. കുമരകം ടൗണിന് 2 കിലോമീറ്റർ മുൻപ് തൊട്ട് ട്രാഫിക് ബ്ലോക്കാണ്. എന്താ കാര്യം? അവിടെ ഒരു ജുവല്ലറി വരുന്നു, അച്ചയൻസ് ഗോൾഡ്. ഇവരുടെ ഒരു ജുവല്ലറി വരികയാണ്. ആ ജുവല്ലറിയിൽ ഏതോ ഒരു സിനിമാ നടി ഉദ്ഘാടനത്തിന് വരുന്നു. ട്രാഫിക് ബ്ലോക്കാണ്, മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ വേറെ എവിടെയെങ്കിലും ചെയ്യണം. അല്ലാതെ സാധാരണ മനുഷ്യൻ്റെ സമയം കളഞ്ഞിട്ടും അല്ലെങ്കിൽ അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടുമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? അമ്പലത്തിലോ പള്ളിയിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിടണം. അല്ലാതെ ഇതെല്ലാം കൂടെ റോഡിലോട്ടാണോ കൊണ്ടിറക്കുന്നത് കെട്ടുകാഴ്ച സാധനങ്ങളായിട്ട്? അല്ല, അങ്ങനെയല്ല ചെയ്യണ്ടേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കൊണ്ട് റെയിലേ പോവും, പറമ്പിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ പരിപാടി മൈതാനത്ത് എവിടെ വേണമെങ്കിലും നടത്തിക്കോ. നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ മൈതാനം വാടകയ്ക്ക് എടുത്തിട്ട് അതിന് ചുറ്റിക്കറങ്ങിക്കോ, 10 20 പ്രദക്ഷിണം വെച്ചോ, പ്രശ്നമില്ല. ഇത് റോഡിൽ കൂടെ പോയി ഒരു സൈഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് മറ്റൊരു സൈഡിൽ കൂടെ വൺ വേ ആയിട്ട് വണ്ടി വിടുക. ഈ വൺ വേ വണ്ടി വിടുന്നതിനിടയ്ക്കും പല ആൾക്കാരും, പോലീസുകാരുടെ ഒരു സെക്ഷൻ വേറെ, ബാഡ്ജ് കുത്തിയവന്മാരുടെ ഒരു സെക്ഷൻ വേറെ, വെള്ള ഇട്ടവന്മാരുടെ സെക്ഷൻ വേറെ. ഇത്തരത്തിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത്? മതമല്ല പ്രധാനം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന അത് തന്നെയാണ് പറയുന്നത്. പിന്നെ മതത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടയുന്നത്? ഇത് ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെടും എന്നാണ് പറയുന്നത്. എന്ത് വികാരം വ്രണപ്പെടുക? ഒരു മനുഷ്യന് മാനുഷികമായിട്ടുള്ള വികാരങ്ങളൊന്നുമില്ലേ? ഇത്തരത്തിൽ ഞാൻ ഒരു മതത്തിനും വിശ്വസിക്കുന്ന ആളല്ല. എനിക്കൊരു മതത്തിനോടും ഒരു പ്രത്യേക താല്പര്യക്കുറവോ ഇല്ല. നിങ്ങൾക്ക് മതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ അതെടുത്ത് റോഡിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ അമ്പലത്തിനോ പള്ളിക്കോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം കണ്ടുപിടിക്കണം. അല്ലാതെ പൊതുവഴിയിലാണോ ഈ മാതിരി കലാപ്രകടനം നടത്തേണ്ടത്? ഇതാണ് പറയാനുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം കമൻ്റായിട്ട് പറയുക. നന്ദി.